എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പോസ്റ്റ് ഓഫീസ് GDSന്റെ 6ാമത്തെ ഷോർട്ട് ലിസ്റ്റും കൂടി ഇത് റിലീസായിട്ടുണ്ട്. 5 ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഓരോ ലിസ്റ്റിൻ്റെയും വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. പലരും ലിസ്റ്റിൽ ഇടം പിടിച്ചവരുണ്ട്. ഇതുവരെയും ലിസ്റ്റിൽ ഇടം പിടിക്കാത്തവരെന്ത് ചെയ്യുക, നിങ്ങൾ ഈ 6ാമത്തെ ലിസ്റ്റും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക കേട്ടോ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ്. വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഫിസിക്കലോ അല്ലെങ്കിൽ പരീക്ഷയോ ഒന്നും എഴുതാതെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ്, അത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഒരു ജോലി കിട്ടാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനായിരുന്നു. ഇത് നോട്ടിഫിക്കേഷൻ അല്ല കേട്ടോ, റിസൾട്ടാണ്. 6ാമത്തെ ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പലരും തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. 6ാമത്തെ ലിസ്റ്റാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഇത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ഇന്ത്യ പോസ്റ്റ് GDS online.gov.in ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾ താഴെ ഒരു ഓപ്ഷൻ കാണാം, ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കേരള കാണാൻ പറ്റുന്നുണ്ട്. കേരള അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് 6 എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 5 ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. 6ാമത്തെ ലിസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. ഇതവിടെ കാണാം, GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2025 കേരള സർക്കിൾ ലിസ്റ്റ് 6. അപ്പോൾ 6ാമത്തെ ലിസ്റ്റാണിത്. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, ഇവിടെ പറയുന്നുണ്ട് 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസുമായിട്ട് ഈ പറയുന്ന ഡേറ്റിന് മുന്നേ നിങ്ങൾ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ ഹാജരാവണം. 14 ഓഗസ്റ്റാണ് കേട്ടോ ഡേറ്റ്, ശ്രദ്ധിക്കുക. അപ്പോൾ ലിസ്റ്റിൽ ഇടം പിടിച്ചവർ 14 തീയതി ഓഗസ്റ്റ് 14 മുന്നേ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഹാജരാവണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഡിവിഷനാണ്, പിന്നെ ഓഫീസ്, പോസ്റ്റ് നെയിം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ജനറൽ, EWS, OBC ഒക്കെ ഇവിടെ കാണാം. രജിസ്ട്രേഷൻ നമ്പർ, ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ സെർച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ നമ്പർ, അതായത് രജിസ്ട്രേഷൻ നമ്പറോടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. പേഴ്സൻറ്റേജ് കാണാം, എത്ര പേഴ്സൻറ്റേജാണ് നിങ്ങൾ അച്ചീവ് ചെയ്തത്, ഏത് ഡിവിഷൻ. ഇതാണ് ഡോക്യുമെൻറ്റ് ടു ബി വെരിഫൈഡ് വിത്ത് ഈ ഒരു ഡിവിഷൻ. ഇപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു ഡിവിഷനിലേക്കാണ് പോകേണ്ടത്. ഡേറ്റ് എന്നാണ്, 14 തീയതി ഓഗസ്റ്റ് 14 തീയതിക്ക് മുന്നേ നിങ്ങൾ ഡിവിഷനിൽ എത്തിച്ചേരണം. അപ്പോൾ മൊത്തം 6 പേജ് ഉണ്ട്. നിങ്ങളുടെ മെയിലിലേക്കും പിന്നെ മെസ്സേജൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട, വന്നാലില്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. 6 ലിസ്റ്റും വന്നിട്ടുണ്ട്. ഇനി ലിസ്റ്റ് വരുമെന്ന് സംശയമാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് തരാം. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സുകളും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സുകൾ, ഒരുപാട് നോട്ടിഫിക്കേഷൻസ്, ജോബിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എത്തിക്കാനുണ്ട്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ജയ് ഹിന്ദ്.